അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്ക്വയർ. ദാറ്റ് ഈസ് ഇത് ഞാൻ ഇൻപുട്ട് സ്ക്വയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് വിൽ ബി മൈ ഇൻപുട്ട് സ്ക്വയർ വേവ്. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് എന്റെ വി ഔട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്തായിരിക്കും കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ചാർജ് ചെയ്യുന്നു, ദെൻ എന്തായിരിക്കും ചെയ്യുന്നത് എക്സ്പോണൻഷ്യലി ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, ദിസ് വിൽ ബി V dash and this will be V double dash. That is input in the amplitude V dash V double dash and here it will be V1 and it will be V2. Okay, then ഈ ഒരു വേവ് ഫോം that is V1 to V2 ഞാൻ V01 V2 to this will be V1 അതെന്തായിരിക്കും V02 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ എന്തായിരിക്കും നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ് ജനറൽ ഇക്വേഷൻ ഫോർ എ കപ്പാസിറ്റർ വോൾട്ടേജ്. കപ്പാസിറ്റർ വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് VF മൈനസ് ഓഫ് VF മൈനസ് V1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC ആണ്. സോ VC എന്ന് പറയുന്നത് എന്തായിരിക്കും VC വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വി ഔട്ടിന് ഈക്വൽ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എടുക്കുന്നത്. സോ VC ഈസ് ഈക്വൽ ടു വി ഔട്ട് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും VF പ്ലസ് VI മൈനസ് VF into e raised to minus T/RC. This will be the general equation of a capacitor voltage. Okay, then ഞാൻ ഫസ്റ്റ് എന്താ എടുക്കുന്നത് V01 വേവ് ഫോമിന്റെ കേസ് ആണ് എടുക്കുന്നത്. ഓക്കെ, V01 വേവ് ഫോമിന്റെ കേസ് ആണ്. സോ V01 വേവ് ഫോമിന്റെ കേസിൽ വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഹിയർ V1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, V2 ൽ എൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി V2. സോ വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ് V2 which is equal to V final. V final എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് എവിടെ എത്തണമായിരുന്നു ദാറ്റ് ഈസ് V ഡാഷിലേക്ക് എത്തണം. നമ്മൾ ചാർജ് ചെയ്ത് V ഡാഷിലേക്ക് ഇൻപുട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് V ഡാഷ് ആയിരുന്നു. സോ V ഡാഷിലേക്ക് എത്തണം, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല അവിടെ എത്തിയിട്ടില്ല. ബട്ട് നമ്മൾ എന്താണ് ഫൈനൽ വാല്യൂ V ഡാഷ് ആയിരിക്കും എടുക്കുന്നത്. V ഡാഷ് പ്ലസ് എന്തായിരിക്കും V ഇനിഷ്യലി എന്താണ് V1. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം V1 മൈനസ് V ഡാഷ് ഇൻറ്റു എന്തായിരിക്കും ഇ റൈസ് ടു മൈനസ് ടൈം പീരീഡ്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് T1 ഉം ഇവിടുത്തെ ടൈം പീരീഡ് T2. സോ എന്തായിരിക്കും മൈനസ് T1/RC. അതേപോലെ തന്നെ V02 വേവ് ഫോമിന്റെ കേസിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ V02 വേവ് ഫോമിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും V02 വേവ് ഫോമിന്റെ കേസിൽ വി ഔട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് വിൽ ബി V1 ഈക്വൽ ടു V ഫൈനൽ. V ഫൈനൽ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു റീച്ച് ഇൻ V ഡബിൾ ഡാഷിൽ. ദാറ്റ് ഈസ് ഇൻപുട്ട് എന്ന് പറയുന്നത് V ഡബിൾ ഡാഷിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ വരെ എത്തണമായിരുന്നു, ബട്ട് ഇറ്റ് വിൽ നെവർ റീച്ച്ഡ് ദെയർ. സോ നമ്മൾ എടുക്കുന്ന എന്ത് തന്നെയായിരിക്കും ഫൈനൽ എത്തേണ്ടത് V ഡബിൾ ഡാഷിലായതുകൊണ്ട് നമ്മൾ V ഫൈനൽ V ഡബിൾ ഡാഷ് ആയിട്ട് എടുക്കുന്നു. പ്ലസ് എന്തായിരിക്കും V ഇനിഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം V2. സോ V2 മൈനസ് V ഫൈനൽ ഇറ്റ് വിൽ ബി V ഡാഷ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഹിയർ T2. സോ T2/RC. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു T2. സോ ഹിയർ T2. സോ ഇറ്റ് വിൽ ബി മൈനസ് T2 എന്തായിരിക്കും വന്നത് RC ആണ്. ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു സിമെട്രിക്കൽ വേവ് ഫോം ആണ് എന്നാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമെട്രിക്കൽ വേവ് ഫോം ആണെന്ന് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് സിമെട്രിക്കൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വി ഡാഷ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും മൈനസ് V ഡബിൾ ഡാഷിന് ഈക്വൽ അല്ലേ. ദാറ്റ് ഈസ് ഈ V ഡാഷ് എന്ന് പറയുന്നത് മൈനസ് V ഡബിൾ ഡാഷിന് ഈക്വൽ ആണ്. സോ കൺസിഡറിങ് സിമെട്രിക്കൽ വേവ് ഫോം. ഓക്കെ, സിമെട്രിക്കൽ വേവ് ഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിമെട്രിക്കൽ വേവ് ഫോം ഓക്കെ ആയിട്ടാണ്. സോ എന്തായിരിക്കും പറയുന്നത് ദിസ് V ഡാഷ് ഈക്വൽ ടു മൈനസ് V ഡബിൾ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും V/2. ദാറ്റ് ഈസ് ഈ നമ്മുടെ നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്ന V ഡാഷും V ഡബിൾ ഡാഷിനും ഇടയിലുള്ള ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്ന എന്തായിട്ടാണ് വോൾട്ടേജ് V ആയിട്ട്. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് V ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഹിയർ എന്തായിരിക്കും V ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ V/2, V ഡാഷ് എന്ന് പറയുമ്പോൾ V/2 ആൻഡ് V ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ മൈനസ് V/2 ഫോർ എ സിമെട്രിക്കൽ വേവ് ഫോം. അതുകൊണ്ടാണ് V ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് V ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു V/2. ഓക്കെ, ദെൻ സിമെട്രിക്കൽ വേവ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ T1 ദിസ് ടൈം പീരിയഡ് വിൽ ബി സെയിം. T1 ഈക്വൽ ടു T2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ T എന്ന് എഴുതാനായിട്ട് പറ്റും. സോ T1 വിച്ച് ഈസ് ഈക്വൽ ടു T2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും ടൈം പീരിയഡ് T ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ T1 വിച്ച് ഈസ് ഈക്വൽ ടു T2 ദിസ് ഫുൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും
t ആണ്. സോ t1 ഈക്വൽ ടു t2 ഈക്വൽ ടു ഈ ടൈം പീരിയഡിന്റെ ഹാഫ്, ദാറ്റ് ഈസ് സിമെട്രിക്കൽ വേവ് ഫോം ആയതുകൊണ്ട് ടൈം പീരിയഡിന്റെ ഹാഫ്, ദാറ്റ് ഈസ് t/2. ദെൻ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിക്കേ, ദാറ്റ് ഈസ് ഹിയർ v1 ഉണ്ട് v2 ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സിമെട്രിക്കൽ വേവ് ഫോമിന്റെ കേസിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ദിസ് v2 പോസിറ്റീവ് സൈഡിലായതുകൊണ്ട് v2, ദിസ് മൈനസ് v1, v2 ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, മൈനസ് v1 ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് v2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് v1. ദാറ്റ് ഈസ് v2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് v1 എന്നെന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും, ദിസ് വിൽ ബി v01ന്റെ ഇക്വേഷൻ 1ഉം v02ന്റെ ഇക്വേഷൻ ഞാൻ 2 ആയിട്ട് എടുക്കുകയാണ്. സോ ഇക്വേഷൻ 1 എങ്ങനെ ചേഞ്ച് ആവും, ബൈ അപ്ലൈയിങ് ദി സിമെട്രിക്കൽ വേവ് ഫോം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ v01ന്റെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് വിൽ ബി എന്തായിരുന്നു, v2. ഇവിടെ എന്താണ്, നമുക്ക് v2 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇക്വേഷൻ 1 എങ്ങനെ ചേഞ്ച് ആവും, v2 ആണ്. v2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്, അതെന്ത് തന്നെയായിരിക്കും, v2 ആയിട്ട് എടുക്കുന്നു. v2 ഈസ് ഈക്വൽ ടു ഹിയർ v', പകരം എന്താ കൊടുക്കുന്നത്, v' ഈസ് ഈക്വൽ ടു എന്താണ്, v/2, ദാറ്റ് ഈസ് v/2 പ്ലസ് എന്താണ്, v1 മൈനസ് v'. പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, v1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് മൈനസ് v1 ഈസ് ഈക്വൽ ടു v2 ആണ്. സോ v1 എന്ന് പറയുന്ന മൈനസ് v2 എന്ന് കൊടുക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി മൈനസ് v2, ഓക്കെ, മൈനസ് v2. ദെൻ v', പകരം സോ ഹിയർ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, v' ആണ്. ഈ v' പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ഹിയർ v', പകരം എന്ത് കൊടുക്കാം, v/2, ഓക്കെ. ദാറ്റ് ഈസ് എന്താണ്, മൈനസ് v' ആയിരുന്നു. സോ മൈനസ് v/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് t1/RC, t1 ഈക്വൽ ടു t2 ഈക്വൽ ടു t/2. സോ എന്ത് വരും, t1 എന്ന് പറയുന്നത് മൈനസ് t/2 RC, ഓക്കെ. ദെൻ നമ്മുടെ ഇക്വേഷൻ 2 എങ്ങനെ ചേഞ്ച് ആവും, ദാറ്റ് ഈസ് സിമെട്രിക്കൽ വേവ് ഫോമിന്റെ കൺസിഡർ ചെയ്തേക്കുന്ന ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 എങ്ങനെ ചേഞ്ച് ആവും, v1 വിൽ ബി, ദാറ്റ് ഈസ് ഐ ടേക്കൺ ഇറ്റ് ആസ് എന്തായിരിക്കും എടുക്കുന്നത്, ഈ v1 എന്ന് പറയുന്നത് എങ്ങനെ എടുക്കുന്നു, ഹിയർ v1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് മൈനസ് v2 ഈക്വൽ ആണ്. സോ ഓക്കെ, 1 മിനിറ്റ്, ഓക്കെ. ഹിയർ v2 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഫസ്റ്റ് നമുക്ക് v2 ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഓക്കെ. ദെൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് v1 എഴുതാൻ പറ്റും, കാരണം v2 മൈനസ് v1 ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ നമുക്ക് v2ന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് v1 കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ നോക്കിക്കേ, v2 ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ v/2 ഇൻറ്റു എന്തായിരിക്കും, e റൈസ് ടു v/2 പ്ലസ് മൈനസ് v/2 മൈനസ് v2 ഇൻറ്റു ഇ റൈസ് ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി, മൈനസ് t/2 RC, ഓക്കെ. ദെൻ മൈനസ് v/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് t/2 RC, ഓക്കെ. ദെൻ ഞാൻ v2 ടേം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു, v/2 ടേമിനെ എല്ലാം ഒരുമിച്ച് തന്നെ എടുക്കുന്നു. സോ ഹിയർ v2 ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ v2 ഇൻറ്റു 1 പ്ലസ് എന്തായിരിക്കും, ഇ റൈസ് ടു മൈനസ് t/2 RC, ഓക്കെ, t/2 RC which is equal to v/2. Here v/2 minus v/2, that is 1 minus e raised to minus t/2 RC. Okay, ഇങ്ങനെ കിട്ടി. That is v2 is equal v2 into 1 plus e raised to minus t/2 RC, which is equal to v/2 into 1 minus e raised to minus t/2 RC എന്ന് കിട്ടി. Then എന്താ ചെയ്യാൻ പോകുന്നത്? Here നമ്മൾ നോക്കുകയാണെങ്കിൽ v2 v/2. അപ്പൊ ഇങ്ങനെയല്ലേ കിട്ടിയ. ഇനി ഞാൻ ന്യൂമറേറ്ററിനെ, that means here ഇങ്ങനെ കിട്ടി. Then ഇവിടെ നിന്ന് v2 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? v/2. That is ഇവിടെ നിന്ന് v2 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? That is v/2 into 1 minus e raised to minus t/2 RC divided by എന്തായിരിക്കും വരുന്നത്? 1 minus e raised to minus t/2 RC divided by 1 plus e raised to minus t/2 RC. Okay. That is ഈ ഇക്വേഷനിൽ നിന്ന് ജസ്റ്റ് v2 മാത്രം എടുത്തു. That is v2 is equal to v/2 into 1 minus e raised to minus t/2 RC divided by 1 plus e raised to minus t/2 RC. ഇനി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ
ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു t/4RC കൊണ്ട്, ദാറ്റ് ഈസ് e⁻t/4RC കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിലും e⁻t/4RC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് e⁻t/4RC വെച്ചിട്ടും ഇവിടെയും e⁻t/4RC വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമ്മുടെ V2ന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? ഓക്കെ, സോ നമ്മുടെ V2ന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? V2 ഈസ് ഈക്വൽ ടു V/2 ഇൻറ്റു ദാറ്റ് ഈസ് e⁻t/4RC എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കുകയാണ്, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, V2ന്റെ ഇക്വേഷൻ കിട്ടും. സോ V2 ഈസ് ഈക്വൽ ടു V/2 ഇൻറ്റു ദാറ്റ് ഈസ് ഇവിടെ e⁻t/4RC അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, e⁻t/4RC ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു e⁻t/4RC മൈനസ് e⁻t/2RC ഇൻറ്റു e⁻t/4RC. ദാറ്റ് ഈസ് എന്തായിരിക്കും വരുന്നത്, എന്തായിരിക്കും -t/2RC. ദാറ്റ് ഈസ് ആ രണ്ട് ടേമിനെ ഒരുമിപ്പിക്കുമ്പോൾ എന്തായിരിക്കും, t/4RC. ദാറ്റ് ഈസ് എന്തായിരിക്കും വരുന്നത്, e⁻t/4RC. അപ്പൊ റിസൾട്ടന്റ് എന്താണ് വരുന്നത്, e⁻t/4RC. സോ V/2 ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ടേമിൽ ഇൻറ്റു എന്തായിരിക്കും, e⁻t/4RC മൈനസ് ഹിയർ ഈ ടേം എന്തായി, ദാറ്റ് ഈസ് ഇത് നമ്മൾ ചെയ്യുമ്പം എന്ത് കിട്ടും, e⁻t/4RC ആയിരിക്കും. e⁻t/4RC ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരുന്നത്, e⁻t/4RC മൈനസ് e⁻t/4RC ഡിവൈഡഡ് ബൈ ഇവിടെയും ഡിനോമിനേറ്ററിനെയും e⁻t/4RC കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഇൻറ്റു 1 എന്തായിരിക്കും, e⁻t/4RC പ്ലസ് e⁻t/2RC ഇൻറ്റു e⁻t/4RC. അതും ഇതേപോലെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക, e⁻t/4RC കിട്ടും. സോ 1 e⁻t/4RC പ്ലസ് എന്തായിരിക്കും, e⁻t/4RC. ഓക്കെ, സോ V2ന്റെ ഇക്വേഷൻ V/2 ഇൻറ്റു ഇങ്ങനത്തെ ഒരു ഫോമിൽ കിട്ടി. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ലെറ്റ് us take t/4RC as S. അതായത് t/4RC നെ ഞാൻ x ആയിട്ട് എടുക്കുകയാണ്. സോ നമ്മുടെ ഇക്വേഷൻ V2 ഈസ് ഈക്വൽ ടു V/2 ഇൻറ്റു എന്തായിരിക്കും, e⁻x മൈനസ് ദാറ്റ് ഈസ് t/4RC നെ ഞാൻ എന്തായിട്ട് അസ്യൂം ചെയ്തേക്കുന്നു, x ആയിട്ട് എടുക്കുകയാണ്. സോ e⁻x മൈനസ് e⁻x ഡിവൈഡഡ് ബൈ e⁻x പ്ലസ് e⁻x. സോ നമുക്ക് ഇങ്ങനെയാണ് V2 കിട്ടിയത്. ദാറ്റ് ഈസ് V2 ഈസ് ഈക്വൽ ടു V/2 ഇൻറ്റു e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x. ഓക്കെ, നമുക്കറിയാം വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഓഫ് tan hxന്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x. ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് tan hx. എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിനെ മാറ്റി എന്ത് ചെയ്യാൻ പറ്റും, tan hx എന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതെങ്ങനെ ചേഞ്ച് ആവും എന്നാ പറയുന്നത്, സോ ഇറ്റ് വിൽ ബി എന്താണ്, tan hx ആയിട്ട് എഴുതുകയാണ്. ദിസ് e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x നെ tan hx എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് V2 ഈസ് ഈക്വൽ ടു V/2 ഇൻറ്റു എന്തായിരിക്കും വരുന്നത്, tan hx. ഹിയർ x എന്തായിട്ടാണ് എടുത്തേക്കുന്നത്, t/4RC ആണ് x ആയിട്ട് എടുത്തേക്കുന്നത്. സോ നമുക്ക് ഫൈനൽ V ഔട്ടിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും കിട്ടുക, സോ ഫൈനൽ V ഔട്ടിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, സോ V out ഈക്വൽ ടു എന്തായിരിക്കും, ദാറ്റ് ഈസ് V/2 ഇൻറ്റു tan hx. എക്സിന് പകരം എന്താണ്, t/4RC നമ്മുടെ പഴയത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ V/2 ഇൻറ്റു tan h ഇൻറ്റു t/4RC. സോ ദിസ് വിൽ ബി അവർ V2. സോ ദിസ് വിൽ ബി അവർ V2. അപ്പൊ V2 എന്ത് കിട്ടി, V/2 ഇൻറ്റു എന്തായിരിക്കും, tan hx ആയിരുന്നു. എക്സിന് പകരം നമ്മൾ എക്സ് എന്തായിട്ടായിരുന്നു എടുത്ത, t/4RC ആണ്. സോ എന്താണ്, t/4RC കൊടുക്കുന്നത്. അപ്പൊ V2 is equal to V/2 ഇൻറ്റു tan h ഓഫ് t/4RC. അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് V1 ഉം V2 ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടി, V2 കിട്ടി.
then we know that from the symmetrical condition assume ചെയ്തപ്പോൾ v2 എന്ന് പറയുന്നത് മൈനസ് v1 ന് ഈക്വൽ ആണ്. സോ v1 എന്തായിരിക്കും? v1 എന്ന് പറയുന്നത് മൈനസ് ഓഫ് v2, ദാറ്റ് ഈസ് എന്ത് ചെയ്താൽ മതി? v1 ഈസ് ഈക്വൽ ടു മൈനസ് v/2 ഇൻറ്റു ടാൻ എച്ച് ഓഫ് t/4rc. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് കിട്ടിയ? v2 കിട്ടി, v1 കിട്ടി. v1 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ദാറ്റ് ഈസ് v2 മൈനസ് v1 ആണ്. സോ v1 ക്യാൻ ബി റൈറ്റ് ആസ് മൈനസ് v2. v2 നമുക്ക് കിട്ടി മൈനസ് ഓഫ് ദിസ് ടേം, ദിസ് വിൽ ബി എന്തായിരിക്കും? v1. ഓക്കെ, അപ്പൊ v1 ഉം v2 ഉം എന്ത് ചെയ്തു? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ഇതാണ് സ്ക്വയർ വേവ്. എന്തെന്ന് പറയുന്ന സ്ക്വയർ വേവ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ദെൻ എന്തായിരിക്കും? ഈ ഒരു റീച്ച് ചെയ്യുന്ന ആ ഒരു v1 v2 പോയിന്റ്, ദാറ്റ് ഈസ് നമ്മൾ എത്ര ആംപ്ലിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്വയർ വേവ് ദാറ്റ് ഈസ് റെസ്പോൺസ് കിട്ടുന്ന ആ പോയിന്റ്, മാക്സിമം ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പോയിന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ അത് എൻഡ് ചെയ്യുന്നു, ആ ഒരു വോൾട്ടേജ് പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇതെന്താണ്? സ്ക്വയർ വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ എന്തിന്റെ? ഒരു ലോ പാസ് RC സർക്യൂട്ടിൽ സ്ക്വയർ വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് ആണിത്. ദെൻ റെസ്പോൺസ് കർവിലുള്ള എന്തായിരിക്കും? സ്റ്റാർട്ടിങ് ആൻഡ് അതിന്റെ എൻഡിങ് പോയിന്റ്, ദാറ്റ് ഈസ് ഈ v1 ആൻഡ് v2 നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമ്മൾ ലോ പാസ് RC സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നാണ് നോക്കുന്നത്. ലോ പാസ് RC സർക്യൂട്ട് ആസ് ഇന്റഗ്രേറ്റർ, ലോ പാസ് RC സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നാണ് നോക്കുന്നത്. ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ 5.6 can be used as an integrator under certain conditions. 5.6 means നമ്മുടെ low pass RC circuit. Okay, this will be C, this will be R, and here VI, the I, and it will be V out. Okay, സോ ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് എന്താ ഇന്റഗ്രേറ്റർ ആയിട്ട്, ഇതൊരു ലോ പാസ് RC സർക്യൂട്ട് അല്ലേ? സോ ഈ ഒരു ലോ പാസ് RC സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? The circuit shown in figure 5.6 can be used as an integrator under certain condition. We will first derive, അതായത് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ബട്ട് സർട്ടൺ കണ്ടീഷൻസ് നമ്മൾ എങ്ങനെയാണ്? ഹൈ പാസ് സർക്യൂട്ട്സിനെ ഡിഫറൻഷിയേറ്റർ ആയിട്ട് യൂസ് ചെയ്തു. അത് നമ്മൾ സർട്ടൺ കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ ഒരു ലോ പാസ് RC സർക്യൂട്ടിനെ ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തായിരിക്കും? ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അതിന് സർട്ടൺ കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് വി ഔട്ട്. വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് വി ഔട്ട് എന്ന് നമുക്കറിയാം. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? വി ഔട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 1/C ഇൻറ്റു ഇന്റഗ്രൽ IDT. ദാറ്റ് ഈസ് കറണ്ട് ത്രൂ കപ്പാസിറ്റർ I ആണ്, then capacitor value C ആണ്. So V out is equal to 1/C into integral I of t dt. So integral I into എന്തായിരിക്കും? dt. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹിയർ ഈ ഒരു റെസിസ്റ്റൻസ് വാല്യൂ, ദാറ്റ് ഈസ് എന്തായിരിക്കും? R is much greater than the resistance reactance of capacitor C. That is ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ റിയാക്ടൻസിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യിക്കേണ്ടത്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് R, ദ വാല്യൂ ഓഫ് R എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ വാല്യൂ ഓഫ് R എന്ന് പറയുന്ന കപ്പാസിറ്റർ റിയാക്ടൻസിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ കപ്പാസിറ്റർ റിയാക്ടൻസിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജും എന്തിന് അക്രോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആവുന്നത്? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആവുന്നത്. സോ എന്തായിരിക്കും? റെസിസ്റ്റൻസിന്റെ വാല്യൂ കപ്പാസിറ്റർ റിയാക്ടൻസിനേക്കാൾ കൂടുതലായിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ദാറ്റ് എന്തായിരിക്കും? നമുക്ക് കൂടുതൽ ഇൻപുട്ട് വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്പോഴും അവൈലബിൾ ആവുന്നത്. ഓക്കെ, സോ ദാറ്റ് എന്തായിരിക്കും? നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് എന്താണ്? കപ്പാസിറ്റർ റിയാക്ടൻസ് കുറവും റെസിസ്റ്റൻസ് വാല്യൂ നല്ല കൂടുതലുമായിട്ടാണ് എടുത്തേക്കുന്നത്. സോ എന്തായിരിക്കും? ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് VI. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇൻപുട്ട് വോൾട്ടേജും റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവൈലബിൾ ആവുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും. സോ VI എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് VI ഈസ് ഈക്വൽ ടു I into R. ഫ്രം ഹിയർ I എന്ന് പറയുന്നത് എന്തായിരിക്കും? V/R, VI/R. ഓക്കെ, I എന്ന് പറയുന്നത് എന്തായിരിക്കും? VI/R ആണ്. ഓക്കെ, ദെൻ നമുക്ക് വി ഔട്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. വി ഔട്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/C ഇൻറ്റു ഇന്റഗ്രൽ IDT. ഹിയർ I എന്ന് പറയുന്നത് VI ഡിവൈഡ് ബൈ R ആണ്. സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? 1/C ഇൻറ്റു ഇന്റഗ്രൽ VI ഇൻറ്റു dt. ഓക്കെ, 1/C ഇന്റഗ്രൽ VI dt. ഓക്കെ,
that is 1 by c integral vi. Here I is equal to vi by r. So here vi by r, so it will be r 1 by r പുറത്തെടുക്കും 1 by rc into integral vi dt. Okay, that is ഇവിടെ എന്താണ് നമ്മൾ assume ചെയ്തത്? R is much greater than the reactance of capacitor C. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന കപ്പാസിറ്റർ റിയാക്ടൻസിനേക്കാൾ കൂടുതലാണ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും നമുക്ക് മനസ്സിലാവും, കൂടുതൽ ഇൻപുട്ട് വോൾട്ടേജും അപ്പം എന്തായിരിക്കും ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആവുന്നത്. സോ വി ഐ എന്ന് പറയുന്നത് എനിക്ക് ഐ ഇൻറ്റു ആർ എന്ന് എഴുതാൻ പറ്റും. ഫ്രം ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു വി ഐ ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. വി ഹാവ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു 1 by c ഇന്റഗ്രൽ ഐ ഡി ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഐ ടു ദിസ് ഇക്വേഷൻ. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു 1 by c into integral I can be changed as v by r. So integral v by r into dt. 1 by r constant adine namukku porthedukam. So v out is equal to 1 by rc into integral I dt. So v out is equal to 1 by rc into integral endarikkum kittiyathu integral of vi into dt. Okay, v out is equal to 1 by rc into integral vi dt. This vi input voltage and v out output voltage. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1 by rc, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് ആണ്. സോ വി ഔട്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, അതായത് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഇന്റഗ്രലിന് പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാവും. സോ വി ഔട്ടിന്റെ ഇക്വേഷനിൽ നിന്ന് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. സോ എന്ത് പറയാൻ പറ്റും നമുക്ക്, ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലോ പാസ് ആർ സി സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ നമുക്ക് കിട്ടി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് is proportional to integral of input voltage ആണ്. So this low pass RC circuit can act as integrator ആയിട്ട് ആക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ low pass RC circuit integrator ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. that is v out is equal to 1 by RC into integral vi dt. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും that is v out proportional to integral of എന്തായിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, then the equation 5.27 shows that the output voltage is the integral of എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദെൻ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഫേസ് ആംഗിൾ ഓഫ് ദ ഗെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ സെർട്ടൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കുകയാണ്, ഫേസ് ആംഗിൾ ഓഫ് ദ ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ വി ഔട്ട് ബൈ വി നമുക്ക് എന്തായിരിക്കും, ഒരു ലോ പാസ് ആർ സി സർക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗെയിൻ ഇക്വേഷൻ കിട്ടിയതാണ് വിച്ച് ഈസ് ഈക്വൽ ടു 1 by 1 plus എന്താണ് ജെ 2 pi FRC. ഇതാണ് നമ്മുടെ ഗെയിൻ ഇക്വേഷൻ ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ. ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദെൻ ദ ഫേസ് ആംഗിൾ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ്, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ എന്തായിരിക്കും, ന്യൂമറേറ്ററിൽ ഒന്നുമില്ല, ദാറ്റ് ഈസ് എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് ഓഫ്, ദാറ്റ് ഈസ് അവിടെ 0 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ഇറ്റ് വിൽ ബി 0 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ എന്തായിരിക്കും 2 pi FRC ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി നോട്ട്, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിലുള്ള ഫേസ് ആംഗിൾ മൈനസ് ഡിനോമിനേറ്ററിലുള്ള ആംഗിൾ ആണ് എടുക്കുന്നത്. ഹിയർ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 നമുക്ക് എന്തില്ല, കോംപ്ലക്സ് ടേം ഇല്ല. സോ എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് ഓഫ് 0 by 1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 pi FRC by 1. സോ എന്തായിരിക്കും വരുന്ന, മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 pi FRC. ഓക്കെ, മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 pi FRC. ഹിയർ 2 pi f, 2 pi f നെ എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ഒമേഗ എന്ന് പറയുന്നതാണ് 2 pi f. സോ ഇവിടെ ഞാൻ 2 pi f നെ മാറ്റി എന്ത് ചെയ്ത് ഒമേഗ എഴുതി. സോ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ആർ സി എന്ത് കിട്ടി, മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ആർ സി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഫേസ് ആംഗിൾ, ആംഗിൾ ഓഫ് വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്തായിരിക്കും ഒമേഗ ആർ സി എന്ന് കിട്ടി. ഇനി ആസ് എ ഡിഫറൻഷിയേറ്റർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത കേസിൽ പറഞ്ഞു ദ ഫേസ് ആംഗിൾ റിക്വയർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആണ്. ഫേസ് ആംഗിൾ നമുക്ക് ആവശ്യമുള്ളത് എന്തായിരിക്കും, റിക്വയർഡ് ഇസ് 90 ഡിഗ്രി ആണ്, വിച്ച് മേക്സ് ആർ സി. അപ്പൊ നമ്മൾ ആ ഒരു കേസിൽ, അതായത് ഡിഫറൻഷിയേറ്റർ ആയിട്ട് നമ്മൾ ഹൈ പാസ് സർക്യൂട്ടിനെ യൂസ് ചെയ്തപ്പോൾ കണ്ടതാണ് എന്തായിരിക്കും, ഫേസ് ആംഗിൾ ആവശ്യമുള്ളത് 90 ഡിഗ്രി ആയിരുന്നു. സോ 90 ഡിഗ്രി ആവുമ്പോൾ നമുക്ക് ഒമേഗ ആർ സി ഇൻഫിനിറ്റി ആയിട്ടാണ് കിട്ടുന്നത്. സോ അത് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്തായിരിക്കും, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒമേഗ ആർ സിക്ക് ഒരു ഹയർ വാല്യൂ ചൂസ് ചെയ്യുന്നു. ലെറ്റ് ഹിയർ എന്തായിരിക്കും, അത് ഒമേഗ ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ് ആംഗിൾ എത്ര കിട്ടി, 89.42. ദിസ് ഈസ് സെയിം ആസ് ദ ഡിഫറൻഷിയേറ്റർ, ഹൈ പാസ് സർക്യൂട്ട് ആക്ട് ആസ് ഡിഫറൻഷിയേറ്റർ, അതിന് സെയിം തന്നെയാണ് ഇതും. ഓക്കെ, ദാറ്റ് ഈസ്
ഒമേഗ ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 കിട്ടി. സോ ഫേസ് ആംഗിൾ 89.42 ഡിഗ്രി ആണ് കിട്ടിയത്. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഒമേഗ ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കണം. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, 2πf. സോ 2πf ആർ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 100 ആയിരിക്കണം. ഫ്രം ഹിയർ ആർ സി ക്യാൻ ബി റിട്ടൺ ആസ് ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100/2πf ആണ്. സോ എഫ് ക്യാൻ ബി റിട്ടൺ ആസ്, എഫ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 1/t. 1 ടൈം പീരിയഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 1/f ന് പകരം t കൊടുക്കുന്നു. സോ ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 into t divided by 2π. ഓക്കെ, 100 into t divided by 2π. ദാറ്റ് ഈസ് ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16t. ദാറ്റ് ഈസ് 100/2π. അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും, 16 ആണ്. സോ ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും വന്നത്, 16t. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് ഇന്റഗ്രേറ്റർ ആയിട്ട് ലോ പാസ് സർക്യൂട്ട് ആക്ട് ചെയ്യുമ്പോഴുള്ള കേസ് എന്ന് പറയുന്ന ആർ സി എന്ന് പറയുന്നത് 16t എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഓക്കെ, ആർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16t ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസ് ടു എ സ്ക്വയർ വേവ്. അതായത് ലോ പാസ് ആർ സി സർക്യൂട്ട് ആസ് എന്തായിട്ടായിരിക്കും, ഇന്റഗ്രേറ്റർ. അപ്പൊ ലോ പാസ് ആർ സി സർക്യൂട്ട് ആസ് ഇന്റഗ്രേറ്റർ, ആ ഒരു സർക്യൂട്ടിലേക്ക്, ദാറ്റ് ഈസ് ലോ പാസ് ആർ സി സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിലേക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, സ്ക്വയർ വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, അപ്പൊ അപ്പോഴുള്ള റെസ്പോൺസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ റെസ്പോൺസ് ഓഫ് ആൻ ഇന്റഗ്രേറ്റർ ടു എ സ്ക്വയർ ഇൻപുട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ 5. സോ ഇതാണ് നമ്മൾ എന്തായിരിക്കും, ഇന്റഗ്രേറ്റർ മീൻസ് ലോ പാസ് ആർ സി സർക്യൂട്ട് ആസ് ഇന്റഗ്രേറ്റർ, അതിലേക്ക് സ്ക്വയർ വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അപ്പോഴുള്ള റെസ്പോൺസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, then at t is equal to 0 the input rises rapidly and capacitor will not respond to such sudden changes. ഓക്കെ, അതായത് ഫസ്റ്റ് എന്താണ്, t0 ആവുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഫ്രം 0 to v ലേക്ക് ഒരു സഡൻ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. സോ എന്തായിരിക്കത്തില്ല, അവിടെ കപ്പാസിറ്റർ സഡൻ ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ എന്തായിരിക്കും, സഡൻ ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല. ദെൻ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഔട്ട്പുട്ട് റൈസസ് ലീനിയർലി. ഓക്കെ, ഹിയർ ഇനി അടുത്ത് എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ദാറ്റ് ഈസ് ഈ ഒരു t/2 ടൈം പീരിയഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയ സഡൻ ചേഞ്ച് ഓഫ് t ആണ്. സഡൻ ചേഞ്ച് ഓഫ് ദി ഇൻപുട്ട് വേവ് ഫോം ഫ്രം 0 to v ആയിരുന്നു. അതിൽ കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്തില്ല. കപ്പാസിറ്റർ അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ കപ്പാസിറ്റർ സഡൻ ചേഞ്ചിനോ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും, വി ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ദെൻ എന്തായിരിക്കും ഈ ഒരു t/2 ടൈം പീരിയഡിൽ. അപ്പൊ ഈ ഒരു t/2 ടൈം പീരിയഡിൽ എന്താണ് സംഭവിക്കുന്നത്, ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാവുമ്പോൾ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഔട്ട്പുട്ട് റൈസസ് ലീനിയർലി. കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഔട്ട്പുട്ട് നമ്മൾ സാധാരണ പറഞ്ഞ എന്തായിരിക്കും, ഔട്ട്പുട്ട് എക്സ്പോണൻഷ്യലി ആണ് ചാർജ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ബട്ട് ഹിയർ എന്തായിരിക്കും പറയുന്നത്, ഔട്ട്പുട്ട് റൈസസ് എന്തായിരിക്കും, ചാർജസ് ലീനിയർലി ആണ് റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മീൻസ് ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സർക്യൂട്ട് ഇസ് മച്ച് ലാർജർ ദാൻ ദ പീരിയഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. എന്തുകൊണ്ടാണ് ലീനിയർലി വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയുമ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് എന്തായിരിക്കും, ഇൻപുട്ട് ആ ഒരു ടൈം പീരിയഡിൽ നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്തായിരിക്കും, വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ബട്ട് ഹിയർ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എന്തായിരിക്കും, റൈസസ് ആസ് ലീനിയർലി ആണ് റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് റൈസസ് ലീനിയർലി ബിക്കോസ് എന്തായിരിക്കും, ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ, ഇവിടെ നമ്മൾ സർക്യൂട്ടിന്റെ ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്ത സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ദ ടൈം പീരിയഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിന്റെ ടൈം പീരിയഡിനേക്കാൾ കൂടുതലാണ്. ദാറ്റ് ഈസ് ഹിയർ ടൈം കോൺസ്റ്റന്റ് ആർ സി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ t 16 into t ചെയ്യുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്ററിന്റെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ അന്ന് പറയുന്ന കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ലീനിയർലി വേരി ചെയ്യുന്നെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എന്തായിരിക്കും, ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഔട്ട്പുട്ട് റൈസസ് ലീനിയർലി ബിക്കോസ് നമുക്ക് ഇന്റഗ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആർ സി, വി നോ ദാറ്റ് ആർ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16t ആണ്. ദാറ്റ് ഈസ് ഹിയർ ടൈം പീരിയഡ് ഓഫ് ദ വേവ് ഫോം ആണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്റഗ്രേറ്ററിന്റെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 16 times t ആണ്. സോ എന്ത് പറയാൻ പറ്റും, ദിസ് വിൽ ബി വേരിയസ് ലീനിയർലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. ഓക്കെ, at the end of the first half input drops to a. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ദാറ്റ് ഇസ് ലീനിയർലി എന്ത് ചെയ്തു, വേരി ചെയ്തു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ടു നെഗറ്റീവ് വാല്യൂ ആണ്. ഇൻപുട്ടിന് സഡൻ ചേഞ്ച് ടു നെഗറ്റീവ് വാല്യൂ ആണ്. കപ്പാസിറ്റർ റെസ്പോണ്ട് ചെയ്യോ സഡൻ ചേഞ്ചസിനോട്, ഇല്ല. സോ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. ദെൻ എന്താണ്, ഈ ഒരു ടൈം പീരിയഡ് T2 എന്ന് പറയുന്ന ഈ ഒരു ടൈം പീരിയഡ്
താഴത്തെ ഈ ഒരു T2 എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഫുള്ളി ചാർജഡ് ആയിട്ടിരിക്കുന്ന കപ്പാസിറ്റർ ആണ്. പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് വിൽ ഓൾസോ ഡിസ്ചാർജ് ലീനിയർലി തന്നെയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും സഡൻ ചേഞ്ച് റെസ്പോണ്ട് ചെയ്യത്തില്ല. ദെൻ ആ ഒരു T3 ടൈം പീരീഡിൽ ലീനിയർലി റൈസ് ചെയ്യുന്നു, ദെൻ ലീനിയർലി ഡിസ്ചാർജ് ചെയ്യുന്നു. ഇതായിരിക്കും സംഭവിക്കുക. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ഇൻപുട്ട് ഡ്രോപ്സ് ടു എ ലാർജ് നെഗറ്റീവ് വാല്യൂ. ദ കപ്പാസിറ്റർ ഒപ്പോസസ് സഡൻ ചേഞ്ചിനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ദെൻ ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ കപ്പാസിറ്റർ ഡീക്കേസ് ത്രൂ ദ റെസിസ്റ്റർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡീക്കേ ചെയ്യുന്നു, റെസിസ്റ്ററിലൂടെ ഡീക്കേ ചെയ്ത് വരികയാണ്. ദാറ്റ് ഈസ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു through the resistor in the opposite direction. So the linear charging and discharging of the capacitor converts square wave into a triangular wave. So here എന്തായിരിക്കും, ലീനിയർ ചാർജിങ്ങും ലീനിയർ ഡിസ്ചാർജിങ്ങും ആണ് ഉണ്ടാവുന്നത്. ലീനിയർ ചാർജിങ് ആൻഡ് ലീനിയർ ഡിസ്ചാർജിങ് ആണ്. സോ ലീനിയർ ചാർജിങ് ആൻഡ് ലീനിയർ ഡിസ്ചാർജിങ് ഓഫ് ദ capacitor will turns the square wave input to a triangular wave. So square wave input നമ്മൾ കൊടുത്തപ്പോൾ എന്താ, സ്ക്വയർ വേവ് ഇൻപുട്ട് ലോ പാസ് RC സർക്യൂട്ട് ആസ് ഇന്റഗ്രേറ്ററിലേക്ക് നമ്മൾ സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടിയത്, ട്രയാങ്കുലർ വേവ് ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ലീനിയർ വേരിയേഷൻ, ദ ലീനിയർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ ടേൺസ് ദിസ് സ്ക്വയർ വേവ് ടു എ triangular